ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്ക് ലീക്കായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ടായിരുന്നു. ഫോർക്ക് അഴിക്കണ കൂട്ടത്തിൽ നമ്മൾ കോൺസെപ്റ്റിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺസെപ്റ്റ് ഓൾറെഡി നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഉണ്ട്. അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ബോൾട്ട് അവിടെയൊക്കെ ചെറിയൊരു സ്റ്റെപ്പ് പോലെ വീണിട്ടുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് കൈയോടെ മാറ്റിയിടണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം അത് നമ്മൾ ഗ്രീസ് ചെയ്തിട്ടാലും, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗ്രീസ് ചെയ്യാം, പക്ഷേ ഗ്രീസ് ചെയ്തിട്ടാലും സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ചെറുതെ കുഴി പോലെ വന്നേക്കുന്ന ഭാഗങ്ങൾ വീണ്ടും അത് കംപ്ലയിൻസിലേക്ക് വരും. അപ്പോൾ അത് മാറ്റി പോകണമാണ് നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഫോർക്കിൻ്റെ ലീക്കിനുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ഫോർക്ക് പൈപ്പൊക്കെ അഴിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ വര കാണാം അതിനകത്ത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഓയിൽ സീൽ കവറാവാത്ത ഭാഗമാണത്. അതുകൊണ്ടാണ് ഇത് ശരിക്കും നല്ല ലീക്ക് ഉണ്ടായ ഭാഗമാണ്, ആ പൈപ്പാണ്. നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ച് ഉണ്ട് അതിനകത്ത് കേട്ടോ. ഇപ്പുറത്ത് നോക്കുമ്പോഴും ഇവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റും, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ച് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോർക്കിൻ്റെ പൈപ്പും ഓയിൽസിലും കൂടി മാറ്റിയിട്ടാലാണ് 100% നമുക്കത് കംപ്ലയിൻറ്റ് മാറും എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മളിതിപ്പോൾ തൽക്കാലം ഓയിൽസിൽ മാത്രം മാറ്റണമെന്നുണ്ടെങ്കിൽ തുടക്കം ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രോളിക് ഓയിലും നല്ല പ്രഷറിൽ വർക്ക് ചെയ്യാം. ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഹൈ പ്രഷറിലാണ് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഈ ഓയിൽ സീൽ എന്ന് പറഞ്ഞാൽ കവർ ചെയ്യാത്ത ഭാഗത്തേക്കുള്ള ഓയിൽ തള്ളി പുറത്തു വരും. അത് 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റി ഓയിൽസിൽ മാറ്റി റീസെറ്റ് ചെയ്യുക, കൂട്ടത്തിൽ കൂടെ ബോൾ റൈസും കൂടി മാറ്റി കയറ്റാലാണ് നമുക്ക് ആ ഭാഗം കറക്റ്റ് ആവുള്ളൂ. ബാക്കിയത്തെ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന രീതിയിൽ ആ രീതിയിൽ ചെയ്യാം. ഫ്രണ്ട് ഫോർക്ക് അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ അതടക്കം ചെയ്യുമ്പോൾ നമുക്ക് വന്ന എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അത് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.